വളരെ കാലം മുമ്പ് ഭഗവാൻ വിഷ്ണുവിന്റെ കർണമെഴുകിൽ നിന്ന് രണ്ട് ശക്തരായ അസുരന്മാർ ജനിച്ചു. അവരുടെ പേരുകൾ മധു, കൈടബൻ എന്നിവയായിരുന്നു. ഉഗ്രരും ശക്തരുമായ അവർ പ്രപഞ്ച സമുദ്രത്തിൽ വളർന്നു. താമസിയാതെ ദേവന്മാരെയും ലോകത്തെയും അവരുടെ അഹങ്കാരം കൊണ്ട് ശല്യപ്പെടുത്താൻ തുടങ്ങി. ആ സമയത്ത് ഭഗവാൻ വിഷ്ണു ഗാഢമായ യോഗനിദ്രയിൽ മഹാസമുദ്രത്തിലെ അനന്തൻ എന്ന സർപ്പത്തിൽ വിശ്രമിച്ചു. പ്രപഞ്ചത്തെ നശിപ്പിക്കാൻ ഈ അസുരന്മാർ ആഗ്രഹിച്ചിരുന്നു. അതിനാൽ അവർ സൃഷ്ടാവായ ബ്രഹ്മാവിൽ ദൃഷ്ടി പതിപ്പിച്ചു. അവൻ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ഉയർന്നു വന്ന താമരയിൽ ഇരുന്നു. ഭയന്ന ബ്രഹ്മാവ് മഹാമായ ദേവിയോട് പ്രാർത്ഥിച്ചു. അവൾ ഭഗവാൻ വിഷ്ണുവിനെ ഗാഢനിദ്രയിൽ നിന്ന് ഉണർത്തി. പിന്നീട് വിഷ്ണു എഴുന്നേറ്റ് മധുവിനോടും കൈടബനോടും ഒരു നീണ്ട യുദ്ധത്തിൽ ഏർപ്പെട്ടു. യുദ്ധം 5000 വർഷത്തോളം അവസാനമില്ലാതെ തുടർന്നു. സ്വന്തം ശക്തിയിൽ സന്തുഷ്ടരായ അസുരന്മാർ അഹങ്കാരത്താൽ നിറഞ്ഞ് വിഷ്ണുവിനൊരു വരം നൽകി. സമർത്ഥമായി വിഷ്ണു പറഞ്ഞു, നിങ്ങളെ രണ്ടുപേരെയും കൊല്ലാൻ എനിക്ക് വരം തരൂ. സ്വന്തം വാക്കുകളിൽ ബന്ധിതരായ അസുരന്മാർ സമ്മതിച്ചു. പക്ഷേ അവർ ഒരു നിബന്ധന വെച്ചു. വെള്ളമില്ലാത്ത സ്ഥലത്ത് മാത്രമേ അവരെ കൊല്ലാൻ കഴിയൂ. പുഞ്ചിരിച്ചുകൊണ്ട് വിഷ്ണു അവരെ സമുദ്രജലത്തിന് മുകളിലുള്ള തന്റെ തുടയിൽ വെച്ചുകൊണ്ട് നശിപ്പിച്ചു. അഹങ്കാരം ഒരു വ്യക്തിയുടെ പതനമായി മാറിയേക്കാം. അഹങ്കാരം അവരുടെ ജ്ഞാനത്തെ അന്ധമാക്കുമ്പോൾ ശക്തരായവർ പോലും പരാജയപ്പെടുന്നു.